അമേരിക്കൻ പൗരത്വം റദ്ദാക്കുന്ന സംഭവങ്ങൾ വളരെ വളരെ വിരളമാണെന്ന് നമുക്കറിയാം. ഈ എത്രയോ വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് 20 പേരുടെ പൗരത്വമാണ് റദ്ദാക്കിയത്. അത് പലരും ഈ പൗരത്വം എടുക്കുന്ന കള്ളത്തരം പറഞ്ഞും തെറ്റായ രേഖകൾ കാണിച്ചും ഒക്കെ പൗരത്വം നേടി. അങ്ങനെയുള്ളവരാണ് പിന്നീട് പ്രശ്നത്തിൽ ആവുന്നത്. സാധാരണ നിലയിൽ അങ്ങനെ അധികം പേര് ഉണ്ടാവാറില്ല. ഈ പൗരത്വം കിട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അതിൻ്റെ പേരിൽ പൗരത്വം റദ്ദാക്കാമോ? അപ്പോൾ അതാണിപ്പോൾ ഒരു വിഷയമായി വന്നിരിക്കുന്നത്. ഈ പൗരത്വം കിട്ടിയതിന് ശേഷം ഖാനായിൽ നിന്ന് വന്ന ഇപ്പം 37 വയസ്സുണ്ട്. അയാളുടെ പേര് നിക്കോളാസ് യഷൂൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. അയാൾ ചെറുപ്പത്തിൽ ഇവിടെ അമേരിക്കയിൽ വന്നു. അതിനുശേഷം മറീനിൽ ചേർന്നു. മറീനിൽ യുദ്ധരംഗത്തൊക്കെ സേവനമനുഷ്ഠിക്കാൻ ഇലക്ട്രീഷ്യനായിട്ടാണെന്ന് തോന്നുന്നു. മറീനിൽ അനുഷ്ഠിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ജപ്പാനിൽ സേവനം ചെയ്യുമ്പോൾ ഇയാൾ ഒരു ലൈംഗിക കേസിൽപ്പെട്ടു. ലൈംഗിക കേസ് ഇത്രയേ ഉള്ളൂ. ഏതോ 14 വയസ്സുള്ളൊരു പെൺകുട്ടി ഇയാളുമായിട്ട് ബന്ധപ്പെട്ടു, ഓൺലൈനിൽ ബന്ധപ്പെട്ടു. ഒടുവിൽ ലോഹ്യമായിട്ട് ഇയാൾ ആ കുട്ടിയെ കാണാനായിട്ട് ചെല്ലുമ്പോഴതാ അത് അധികൃതർ വെച്ച ഒരു ട്രാപ്പാണ്. നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. 18 വയസ്സിൽ താഴെയുള്ളവർ അവർക്ക് ഏജ് ഓഫ് കൺസെൻറ്റ് ഇല്ല, പ്രായപൂർത്തി സ്വയം സമ്മതം കൊടുക്കാനുള്ള അവകാശമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു 14 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ അതുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ അത് സമ്മതിച്ചാൽ കൂടി ഏർപ്പെടുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറ്റകൃത്യത്തിന് ഇയാൾ ഇറങ്ങിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് ഇയാളുടെ പേരിലുള്ള കുറ്റം. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പോഴത്തേക്ക് ഏതാണ്ട് 4.5 വർഷം സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരിക്കുന്നു. 5 വർഷമായി കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്കെതിരെ നടപടിയിലേക്ക് അത്ര എളുപ്പമല്ല. അപ്പോൾ ആ 4.5 വർഷമേ ആയുള്ളൂ. അതുകൊണ്ട് അവിടെ സൈന്യത്തിൽ നിന്ന് ഡിസോണറബിളായിട്ട് അയാളെ പിരിച്ചുവിട്ടു. ഏതാണ്ട് 18 മാസത്തോളം അയാളെ തടവിലിട്ടു. പിന്നെ ഇയാളുടെ പൗരത്വം റദ്ദാക്കാനായിട്ട് ഇപ്പം 10 വർഷത്തിന് ശേഷം 2015 നടന്ന കാര്യമാണിത്. അതിനുശേഷം ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ അയാൾ തന്നെയാണ് കോടതിയിൽ പോയി വാദിക്കുന്നത്. കാരണം അയാൾക്ക് പൈസ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. എങ്ങനെയായാലും ഇങ്ങനെയുള്ള ഒരു കേസ് ഈ പലരുടെയും കണ്ണു തുറപ്പിക്കുന്നതാണ്. പിന്നീട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നിപ്പം ന്യൂയോർക്ക് ടൈംസിലാണ് ആ റിപ്പോർട്ട് കണ്ടത്. പത്രം പറയുന്നത് ഇങ്ങനെ ഈ പൗരത്വം കിട്ടിയതിന് ശേഷം ഈ നിയമം 2003 മറ്റോ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ നിയമം ഇതിനു മുമ്പ് ഉപയോഗിച്ചതായിട്ട് അറിയില്ല. അപ്പോൾ ഇങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ഇയാൾ ഈ നിയമം അനുസരിച്ച് പൗരത്വം റദ്ദാക്കുകയാണെങ്കിൽ അയാൾ തിരിച്ചു പോകേണ്ടി വരുമോ, അതോ ഈ പൗരത്വമില്ലെങ്കിൽ ഗ്രീൻ കാർഡിലേക്കും തിരിച്ചു പോകുമോ? അങ്ങനെ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെ ഉള്ള ചില സംഭവങ്ങൾ അത് നമ്മളെയും ആശങ്കപ്പെടുന്നതാണ്. ചിന്തിക്കേണ്ട, നമ്മളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഇന്ന് അതിൻ്റെ കൂടെ 1-2 തലക്കെട്ടുകളുണ്ട്. നമ്മൾ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ ഇറാൻ UAE-യിലേക്കും മറ്റും മിസൈൽ അയച്ചത്, ഒമാനിലേക്കും ഒക്കെ അയച്ചത് അത് കാരണം അവിടെ അമേരിക്കയുടെ താവളങ്ങളുണ്ട്, അയച്ചത് നമുക്കറിയാം. പക്ഷേ സൗദി അറേബ്യയും UAE-യും രഹസ്യമായിട്ട് ഇറാനെ ആക്രമിച്ചു. ഇറാനെതിരെ ആക്രമണം അവരും നടത്തി. പക്ഷെ അതിന് പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. പബ്ലിസിറ്റി കൊടുക്കാത്ത എന്താണെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും അങ്ങനെയും ചില സംഭവങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞ അദ്ദേഹം UAE-യിൽ പോയിരുന്നു യുദ്ധം നടക്കുമ്പോൾ. പക്ഷേ UAE അത് നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ നെതന്യാഹു നുണ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. രണ്ടു കൂട്ടരും അങ്ങനെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ഇനി നമ്മുടെ ഗൗതം അദാനിക്കെതിരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബില്യണർമാരിൽ ഒരാൾ, ഒന്നാമത്തെ 2ാമത്തെ സ്ഥാനത്തുള്ള ആൾ. അപ്പോൾ അങ്ങേർക്കെതിരെ അമേരിക്കയിൽ ബൈഡൻ്റെ കാലത്ത് കേസെടുത്തിരുന്നു. അങ്ങേര് ഇന്ത്യയിലെ ഈ സോളാർ രംഗം കൈയടക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 250 മില്യണോളം ഡോളർ വരുന്ന തുക ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം കൈക്കൂലി കൊടുത്തു. അപ്പോൾ അതാണ് ഇങ്ങേർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കേസ്. അതുപോലെ തന്നെ മറ്റാരോപണങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു കേസെടുത്തു. അത് ഈ US അറ്റോർണി മാത്രമല്ല, അതുപോലെ തന്നെ സെബി, ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് അവരും നിയമ നടപടി എടുത്തു. അപ്പോൾ അതെല്ലാം ഈ US അറ്റോർണിയുടെ ഓഫീസ് എടുത്ത DOJ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് എടുത്ത കേസ് അത് പിൻവലിക്കാനായിട്ട് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം പറയുന്നത് ഈ അദാനി ഒരു 10 ബില്യൺ അമേരിക്കയിൽ നിക്ഷേപിക്കാമെന്നും അതുവഴി ഒരു 15,000 പേർക്ക് ജോലി കിട്ടാമെന്നും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടത്രേ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. എന്നാൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പറയുന്നില്ല. അങ്ങനെ അതിൻ്റെ പേരിലൊന്നുമല്ല ഈ കേസ് അവസാനിപ്പിക്കുന്നതാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്.
പക്ഷേ എന്തായാലും എന്തെങ്കിലും കാണുമല്ലോ, ഒന്നുമില്ലാതെ ചെയ്യില്ലല്ലോ. ഇനിയിപ്പം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് അവരും അവരുടെ തീരുമാനം കൂടി വരേണ്ടതുണ്ട്. അവരും അത് ഇവിടെ കേസില്ലെങ്കിൽ പിന്നെ അവിടെയും കേസുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. പിന്നെ ഇപ്പം ശ്രദ്ധേയമായ കാര്യം, പ്രസിഡന്റ് ട്രംപ് ചൈനയിലാണ്. അവിടെ ചൈനയിൽ ഈ പ്രസിഡന്റ് പോകുന്ന ചില പരിപാടികളിലൊക്കെ ഇവിടുന്ന് പ്രസിഡന്റിനെ അക്കമ്പനി ചെയ്തു, പിന്നെ എസ്കോർട്ട് ചെയ്ത് പോയ ആളുകൾ, പ്രസിഡന്റിൻ്റെ കൂടെ പോയ ആളുകൾ. അപ്പോൾ അവർ ഒക്കെ പ്രശ്നങ്ങളിലും അവിടെ ആപ്പാടെ അലങ്കോലവും ഒക്കെ ആയിരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കണ്ടു. ഈ പല കാര്യങ്ങളും ഉദ്ദേശിച്ച നടക്കുന്നില്ല. അവിടെ ചൈനക്കാർ ഈ വേണ്ട രീതിയിലല്ല പെരുമാറുന്നത്. അവർ ഈ ഇവിടുത്തെ പത്രക്കാരെയും അല്ലെ ഈ പ്രസിഡൻറ്റിൻ്റെ സെക്യൂരിറ്റി അവരെയൊക്കെ പിന്നെ തടയുകയും അവരെയൊക്കെ പിന്നെ മാറ്റിവിടുകയും ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതി കണ്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒച്ചപ്പാടും ബഹളവും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഉണ്ടായി എന്ന് കേട്ടു. എങ്ങനെയായാലും അത് ഈ പ്രസിഡൻറ്റിൻ്റെ സന്ദർശനത്തെ അത് ബാധിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചൈനയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. അത് ഈ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്കയിലാണെങ്കിൽ ഈ അമേരിക്കയിലെത്തുന്ന ചൈനീസ് ജേർണലിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ചൈനയുടെ ഉദ്യോഗസ്ഥർക്കോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല പിന്നെ എന്നാണ് പിന്നെ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണല്ലോ. എന്തായാലും ഈ ചൈനയുടെ പിന്നെ അമേരിക്ക ഒരു ദുർബലപ്പെട്ടു പോകുന്നു എന്നുള്ള രീതിയിൽ ഈ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്തോ ഒരു പരാമർശം നടത്തിയിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് അത് ബൈഡൻ്റെ കാര്യത്തെ പറ്റിയുള്ള പിന്നെ അമേരിക്കയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക അങ്ങനെ പിന്നോക്കം പോകുകയോ അല്ലെങ്കിൽ ദുർബലമാകുകയോ ചെയ്യുന്ന ഒരവസ്ഥയൊന്നുമില്ല. അതിൽ നിന്നെല്ലാം കരകയറി ഇപ്പോൾ അതിശക്തമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഈ പ്രസിഡൻറ്റിൻ്റെ സന്ദർശനം കഴിയുമ്പോൾ ഇറാൻ യുദ്ധം എങ്ങോട്ട് പോകും എന്നാണ് ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത്. കാരണം വില എല്ലാത്തിനും കൂടിയിരിക്കുന്നു. എല്ലാ രംഗത്തും ഈ വില, പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ വിലക്കയറ്റം ഒന്ന് അവസാനിക്കണം. ഈ ഹൊർമൂസ് ആരുടെയും തറവാട്ട് സ്വത്താകാൻ അനുവദിക്കുകയും പിന്നെ പാടില്ല. അങ്ങനെ ഓരോരുത്തരും കടലും അല്ലെങ്കിൽ നദിയും ഒക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ഈ കടൽ, പ്രത്യേകിച്ച് കടൽ ഈ അവരുടെ പല രാജ്യങ്ങൾ അതിർത്തിയായിട്ടുള്ള പിന്നെ ഉള്ള ജലപാതയാണ് കടൽ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു രാജ്യം പറയുക ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ സ്ഥിതി എന്താവും? അപ്പോൾ അത് എന്തായാലും അനുവദിക്കാൻ ആവില്ല. അതൊരു ചട്ടം വിത്തരം ആണ്. ഇസ്രായേൽ ഇറാൻ അതിൽ നിന്ന് പിന്മാറും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.